10th Standard New Textbook Geography First Chapter Weather and Climate ദിനാന്തരീക്ഷസ്ഥിതിയും കാലാവസ്ഥയും പാർട്ട് 4 അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകൾ താപചാലനം അഥവാ കണ്ടക്ഷൻ, സംവഹനം അഥവാ കൺവെക്ഷൻ, അഭിവഹനം അഥവാ അഡ്വെക്ഷൻ, വികിരണം അഥവാ റേഡിയേഷൻ എന്നിവയാണ്. 1. താപചാലനം. ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പകരുന്നത് താപചാലനം വഴിയാണ്. 2. സംവഹനം. ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷവായു ചൂടുപിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ താപം ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നു. 3. അഭിവഹനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. വികിരണം. ഭൗമോപരിതലം ചൂടുപിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പുറന്തള്ളുന്ന പ്രക്രിയയെ വികിരണം എന്നു പറയുന്നു. താപ ബജറ്റ് അഥവാ ഹീറ്റ് ബജറ്റ്. പ്രതിദിനം ഭൂമിയിലേക്ക് വന്നു ചേരുന്ന ഏറെക്കുറെ മുഴുവൻ ഊർജവും പുനർവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൗമോപരിതല താപം ക്രമാതീതമായി കൂടാതെയും കുറയാതെയും സന്തുലിതമായി നിലനിർത്താനാകുന്നു. ഈ താപസന്തുലന പ്രക്രിയയെ ഭൂമിയുടെ താപ ബജറ്റ് എന്ന് പറയുന്നു. അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന ആകെ സൗരോർജം 100 യൂണിറ്റായി സങ്കല്പിച്ചാൽ ഭൂമി പ്രതിഫലിപ്പിക്കുന്ന ഊർജം 35 യൂണിറ്റാണ്. അന്തരീക്ഷ വസ്തുക്കൾ ആഗിരണം ചെയ്യുന്ന ഊർജം 14 യൂണിറ്റ്. ഭൗമോപരിതലത്തിൽ ലഭിക്കുന്ന ആകെ ഊർജം 51 യൂണിറ്റ്. 100 യൂണിറ്റിൽ നിന്നും 35 + 14 കുറച്ചാൽ 51 യൂണിറ്റ് ലഭിക്കും. ഭൗമോപരിതലത്തിൽ നിന്നും നേരിട്ട് ശൂന്യാകാശത്തേക്ക് തിരിച്ചു പോകുന്നത് 17 യൂണിറ്റ്. താപചാലനം, സംവഹനം തുടങ്ങിയ താപന പ്രക്രിയകളിലൂടെ ഭൂമിയിൽ നിന്നും അന്തരീക്ഷത്തിന് കൈമാറുന്ന ഊർജം 34 യൂണിറ്റ്. ആകെ 34 + 17 51 യൂണിറ്റ്.